കനത്ത സുരക്ഷയ്ക്കിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്നിധാനത്ത് പമ്പയിൽ നിന്ന് കെട്ടിനിറച്ച ദ്രൗപദി മുർമു ശബരിമലയിലെത്തിയത് പ്രത്യേക വാഹനത്തിലാണ്. പൂർണ്ണ കുംഭം നൽകി ആണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത് തന്ത്രി. രാഷ്ട്രപതി എത്തിയ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ പത്തനംതിട്ട പ്രമാടത്ത് ഹെലിപാഡിലെ കോൺക്രീറ്റിൽ താഴ്ന്നത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അതിൽ സുരക്ഷാ വീഴ്ചയില്ലെന്ന് കേരള പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ തന്നെ ശബരിമലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് തീർത്ഥാടകരെ നിയന്ത്രിച്ചു തുടങ്ങിയത്. വളരെ കുറച്ച് തീർത്ഥാടകരെ മാത്രമാണ് ഇന്നലെ ഉച്ച കഴിഞ്ഞ് ശബരിമല സന്നിധാനത്തേക്ക് കടത്തിവിട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് പൂർണ്ണമായ നിയന്ത്രണമാണ് ശബരിമല സന്നിധാനത്ത് ഉള്ളത്. രാഷ്ട്രപതിയുടെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ തീർത്ഥാടകരെ പമ്പയിലേക്കോ അല്ലെങ്കിൽ ശബരിമല സന്നിധാനത്തേക്കോ അനുവദിക്കുകയുള്ളൂ. ഒരു 3 മണിയോടുകൂടി തന്നെ രാഷ്ട്രപതി അയ്യപ്പ ദർശനം പൂർത്തിയാക്കി ശബരിമലയിൽ ചെലവഴിച്ച ശേഷം പമ്പയിൽ നിന്ന് മടങ്ങും. അതിനുശേഷം നിലയ്ക്കലിലുള്ള അല്ലെങ്കിൽ നിലയ്ക്കലിലേക്ക് എത്തുന്ന തീർത്ഥാടകരെ കടത്തിവിടും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ തുലാമാസ പൂജകൾക്കായി തുറന്ന ശബരിമല നട ഇന്ന് അടയ്ക്കും. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമായിരിക്കും ഈ രാഷ്ട്രപതിയുടെ ദർശനം പൂർത്തിയാക്കിയ ശേഷം കുറച്ച് മണിക്കൂറുകൾ മാത്രമായിരിക്കും തീർത്ഥാടകർക്ക് ഉണ്ടാവുക. ആ സമയങ്ങളിൽ എത്തുന്ന തീർത്ഥാടകരെ കയറ്റിവിടും എന്നതാണ് പോലീസും ദേവസ്വം ബോർഡും അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ദർശനം പൂർത്തിയാക്കി ഗസ്റ്റ് ഹൌസിലേക്ക് രാഷ്ട്രപതി മടങ്ങുകയാണ്. ആദ്യം 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനമാണ് രാഷ്ട്രപതി നടത്തിയത്. 11:50 തന്നെ പമ്പയിൽ നിന്ന് സന്നിധാനത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തി. 18-ാം പടി കയറി എത്തിയ രാഷ്ട്രപതിയെ ക്ഷേത്ര തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരാണ് സ്വീകരിച്ചത്.